ഇന്നത്തെ വീഡിയോ നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ആണ്. അതായത് ഞാനൊരു ഷോർട്സ് ചെയ്തായിരുന്നു. അതൊരു അൺമാസ്കിങ് ആനിമൽസ് എന്ന് പറഞ്ഞ ചാനലിൽ ഒരു റിപ്ലൈ ആയിട്ടാണ് ഒരു ഷോർട്സ് ചെയ്തു. ഒരു രസത്തിന് ചെയ്തതാണ്, ചുമ്മാ ഒരു രസത്തിന്. സത്യം പറഞ്ഞാൽ ഒരു രസം, വെറുതെ രസത്തിന് ചെയ്തതാണ്. പക്ഷേ അവന്മാർ അതെടുത്തിട്ട് റിയാക്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ ഉണ്ടാക്കി അതിന് ഒരു 58 വ്യൂസ് എത്തിയ സമയത്തെ അവരതെടുത്ത് റിയാക്ട് ചെയ്തു. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എങ്ങനെയാണ് ഒരു 58 വ്യൂസുള്ളൊരു വീഡിയോ വരെ അവർക്ക് എത്തിയ? കാരണം എങ്ങനെയല്ലോ ആയിരിക്കും, അൽഗോരിതം കൊണ്ട് കൊടുത്തായിരിക്കും. പക്ഷെ എന്നാലും അവരെടുത്ത് റിയാക്ട് ചെയ്തു. സംഭവം നൈസായിരുന്നു. ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത്, അതായത് ജസ്റ്റ് റിയാക്ട് ചെയ്യാൻ, അതായത് എനിക്ക് അവരോടുള്ള അതായത് അവരോടുള്ള എതിർപ്പ് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അവരോട് യോജിക്കുന്ന കാര്യങ്ങളുമായിട്ട് കുറച്ച് ചെറിയ റിയാക്ഷൻ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോ പ്ലേ ചെയ്യാണ്. തുടക്കം എന്ന് പറഞ്ഞാൽ ഇൻട്രോ ആണ്, നമുക്ക് ഇടാം. ഓക്കെ. ഇന്ന് നമ്മുടെ ഒരു വീഡിയോക്ക് വന്നിട്ടുള്ള ഒരു വളരെ ഇന്റലക്ച്വലായ ഒരു പ്രതികരണത്തിലുള്ള ഒരു റിയാക്ഷനാണ്. സംഭവം എന്താ വെച്ചാൽ അതിന്റെ അടിപൊളി ഇൻ്റലക്ച്വൽ, അതായത് ഇൻ്റലക്ച്വൽ, ഞാനതൊരു ഇൻ്റലക്ച്വൽ ആയിട്ടൊരു വീഡിയോ കരുതി. നല്ലത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഇത് വലിയ ഇൻ്റലക്ച്വൽ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ജസ്റ്റ് എനിക്ക് അപ്പം തോന്നി അതങ്ങനെ പറഞ്ഞു. അത്ര വലിയ ചിന്തിക്കാൻ അത്ര ഇൻ്റലക്ച്വൽ ആയിട്ടൊന്നും പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. കോണ്ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് പറയാം. നാസ്തികരായ ആളുകൾക്കാണ് ശാസ്ത്രം പറയാൻ പറ്റുക, മതവിശ്വാസികൾക്ക് ഒരിക്കലും ശാസ്ത്രബോധം ഉണ്ടാവില്ല, അവർക്ക് ശാസ്ത്രമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചില ആളുകളൊക്കെ വന്നപ്പോൾ നമ്മളതിന് ഒരു മറുപടി കൊടുത്തിരുന്നു. ഈ തുടക്കഭാഗം എന്ന് പറഞ്ഞാൽ ഇൻട്രോ തന്നെ, നമുക്ക് നേരെ നേരെ കാര്യത്തിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ആ മറുപടി കാണാം, അതിനോടുള്ള പ്രതികരണം കൂടി അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് കാണാം. അവര് പറഞ്ഞു, അതായത് അവര് സത്യം പറഞ്ഞാൽ ഇവരുടെ ഞാൻ ഇത് ഇൻട്രോ, അതായത് നമ്മളെ ഒരു ഷോർട്സിന്റെ ഇൻട്രോ ആയിട്ട് ഞാൻ കൊടുത്തത്, അതായത് ഞാനത് ചുമ്മാ ഒരു ഇതിൽ കൊടുത്തു എന്നുള്ളൂ. അതായത് അവർ പറഞ്ഞു, അതായത് 10 ഏത്തിസ്റ്റ് പ്രീ മോഡേൺ ടൈംസിലുള്ള ഒരു 10 ഏത്തിസ്റ്റ് സയൻറ്റിസ്റ്റുകളുടെ പേര് പറയാൻ വേണ്ടി അതായത് ഇവർ ചോദിച്ചു. ആരോടോ ചോദിച്ചു. അപ്പോൾ ഞാനതെടുത്തിട്ട് കട്ട് ചെയ്തെടുത്ത് എഡിറ്റ് ചെയ്ത് ഞാൻ എൻ്റെ പ്രതികരണം കൊണ്ട് ഇട്ടു. അതായത് സംഭവം ഒരിക്കലും അവരെടുത്ത് റിയാക്ട് ചെയ്യുമെന്ന് പോലും ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ ഓക്കെ, ഇതാണ് സാധനം. അതായത് ഞാൻ കാണിച്ചു തരാം. ഒരു 10 നിരീശ്വരവാദികൾ, ശാസ്ത്രത്തിന് സംഭാവന ചെയ്ത മോഡേൺ സയന്റിഫികർക്ക് മുമ്പുള്ള 10 നിരീശ്വരവാദികളുടെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയും. നിങ്ങൾ പറയുകയാണെങ്കിൽ ഓരോ ആൾക്കാർക്കും ഓരോ മുട്ടായി ഞാൻ ചെയ്യാം. അവരിങ്ങനെ പറഞ്ഞു, അത് ഒരു രസത്തിന് അവർ പറഞ്ഞു. പക്ഷെ ഞാൻ ഉദ്ദേശം അതല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കൊണ്ട് ഞാൻ ആ പ്രതികരിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ സയൻറ്റിസ്റ്റുകളുടെ പേര് പറയാൻ ഉദ്ദേശിച്ചല്ല ഞാനത് സത്യം പറഞ്ഞത്. അതായത് എനിക്കറിയത്തില്ല ഇപ്പോൾ ഈ മോഡേൺ ടൈംസിൽ അതായത് ഒരു ഏത്തിസ്റ്റ് സയൻറ്റിസ്റ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. പക്ഷേ എനിക്കറിയത്തില്ല, അതായത് ഉണ്ടോ ആയിരിക്കും. ഇനിയിപ്പോൾ ഉണ്ടായാൽ തന്നെ അവർ എന്തെങ്കിലും ഒരു റിലീജിയനുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ. കാരണം അതിനുള്ള കാരണങ്ങളൊക്കെ ഞാൻ അതായത് ഈ സെക്ഷനിൽ തന്നെ ഞാൻ പറഞ്ഞോളും. അതായത് നമ്മളിപ്പോൾ ഇത് കണ്ടു പോവാം നമുക്കിങ്ങനെ. അല്ലേ, നമ്മളതിൽ പറഞ്ഞ കാര്യം വളരെ ക്ലിയർ ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ ശാസ്ത്രം വളരുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ശാസ്ത്രത്തിന് അടിത്തറയേകിയ കാലഘട്ടത്തിൽ അതിനെ മൊത്തം വളർത്തിയതും അതിനുവേണ്ടി എല്ലാ പണിയെടുത്തതും മതവിശ്വാസികളാണ്. ഈ നിരീശ്വരവാദികളായ ആളുകൾ അന്ന് ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അന്ന് ഇതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷെ അന്ന് നിരീശ്വരവാദികളേ ഇല്ല. ഉണ്ടെങ്കിൽ ആരായിരിക്കും എനിക്കറിയത്തില്ല. എനിക്കിപ്പോൾ ഇതിനോട് പറയാനുള്ളത്, അതായത് ഒരു നിരീശ്വരവാദിയായ ഒരു പ്രശസ്തനായ ഒരാളെ നമുക്ക് കാണിച്ചു തരാൻ പോലും ഒന്നില്ല. ഇല്ലടോ. കാരണം നമ്മൾ നോക്കി നോക്ക്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊരു സയൻറ്റിസ്റ്റ് ആകട്ടെ, ഏതെങ്കിലും കുറച്ച് നിരീശ്വരവാദികളെ നിങ്ങൾ കണ്ടെത്തിയതാണ് നമുക്ക് സംഭവം. കാരണം അന്നത്തെ ഇല്ല. ഈ ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ ആ സമയത്തൊക്കെ ഏകദേശം ഒരു എയ്ത്തിസം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പണ്ടേ ഉണ്ടെങ്കിലും, പക്ഷേ ഇത് സീരിയസ് ആയിട്ട് അന്നൊക്കെ തുടങ്ങി. അപ്പോൾ അതിനുശേഷമുള്ള സയൻറ്റിസ്റ്റുകൾ നമ്മൾ നോക്കിയാൽ ഒരുപാട് എത്തിസ്റ്റ് സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഇവർ പറഞ്ഞത് പ്രീ മോഡേൺ ടൈംസ്, അതായത് ശാസ്ത്രം അതായത് അടിത്തറയേകിയത് മതവിശ്വാസികളായ ശാസ്ത്രജ്ഞന്മാരാണ്. അതായത് എല്ലാ റിലീജിയൻസിലും ഉള്ള, അതായത് ക്രിസ്ത്യാനിറ്റിയിലും ഹിന്ദുയിസത്തിലും അങ്ങനെ ഇസ്ലാമിലും അങ്ങനെ എല്ലായിടത്തും ഇവരാണ് അടിത്തറയേകിയെന്നാണ് ഇവർ. അപ്പോൾ ഇവർ ചോദിച്ചു, അതായത് ഒരു 10 നിരീശ്വരവാദികളായ ഒരു 10 ഏത്തിസ്റ്റ് സയൻറ്റിസ്റ്റുകളെയാണ് അവർ ചോദിച്ചത്. അതായിട്ടല്ല ഉദ്ദേശിച്ചത്. ഞാനത് പറഞ്ഞത്, അതായത് എന്തുകൊണ്ടാണ് എൻ്റെ റിയാക്ഷൻ ഇവിടെ കാണിക്കും. ഓക്കെ. ശാസ്ത്രത്തിന് വേണ്ടി ത്യാഗം സഹിക്കുക അനിവാര്യമായിട്ട സമയത്ത് അന്ന് അവരുടെ പോളിസി എന്താണെന്ന് ചോദിച്ചാൽ തിന്നുക, കുടിക്കുക, രമിക്കുക, രസിക്കുക എന്ന് വെച്ചാൽ പരമാവധി ആസ്വദിച്ച് ജീവിക്കാണ് വേണ്ടത്. ഇതിങ്ങനെ കുറേ അടിപൊളി. അങ്ങനെ അതായത് ഇതിപ്പോൾ ഇവരുണ്ടാക്കിയതല്ലേ. സത്യം പറഞ്ഞാൽ തിന്നുക, കുടിക്കുക, ആസ്വദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാവരും ഇതിപ്പോൾ മതവിശ്വാസികളോ അല്ലെങ്കിൽ നിരീശ്വരന്മാരും അങ്ങനെ പറയുന്നതെന്ന് ഞാൻ അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. വെറും തിന്നുക, കുടിക്കുക, അതായത് നിരീശ്വരന്മാരാരെങ്കിലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാരണം ഞാനൊരു എത്തിസ്റ്റാണ്, ഇപ്പോൾ
കുറച്ച് കാലമായിട്ട് ഒരു 2-3 കൊല്ലമായിട്ട് ഞാൻ എത്തിസ്റ്റ് ആയിട്ടുള്ളൂ. അതിന് മുന്നേ ഞാനും വലിയ ദൈവവിശ്വാസിയൊക്കെ തന്നെയായിരുന്നു. പിന്നെ എൻ്റെ കുരിശിനെ പറ്റിയൊക്കെ ഇവർ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതായത് ഞാനും നല്ല എത്തിസ്റ്റിന് ഇപ്പോൾ ഒരു 3 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ എത്തിസ്റ്റ് ആയിട്ട്. അല്ലാതെ അതിനുവേണ്ടി ഞാനും മതവിശ്വാസിയായിരുന്നു. പക്ഷേ ഓക്കെ, ആസ്ട്രോണമിയും അമാനത്ത് നോക്കിയിട്ട് കുറേ കണക്കും കൂട്ടിയിട്ട് എന്ത് കാര്യമുള്ളത്? അത് തന്നെ. അതായത് എന്താ അത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതായത് ആകാശത്ത് എന്തായിരിക്കുന്നത്, അവിടെ എന്താ അങ്ങനെ, അല്ലെങ്കിൽ അത് കണക്ക് കൂട്ടി നമ്മൾ നോക്കും. അതായത് നമ്മൾ ഈ കണക്ക് തന്നെ ഉപയോഗിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും, പിന്നെ നമ്മൾ അതൊരു ടൂളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവർ ഉദ്ദേശം അതല്ലെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞു വരിക, അതായത് ഇപ്പോൾ നമ്മൾ കണക്കൊരു ടൂളായിട്ട് ഉപയോഗിക്കുന്നത്, അതേപോലെ സയൻസ് ഒരു ടൂളായിട്ട് ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനും, അങ്ങനെ റിലീജിയൻ അങ്ങനെ മനുഷ്യന്മാരെ നല്ല രീതിയിൽ മോറലായിട്ട് വളർത്താനൊക്കെ അന്ന് സഹായിച്ചു. പക്ഷേ ഞാനിപ്പോൾ ഈ റിലീജിയൻസിൻ്റെ ഫിലോസഫി ഒന്നും നമുക്ക് എനിക്കിപ്പോൾ എടുക്കേണ്ട ആവശ്യമായിട്ട് തോന്നി. കാരണം അതിലേറെ ബെറ്റർ ഫിലോസഫീസും പിന്നെ അതേപോലെ ബെറ്റർ നല്ല രീതിയിലുള്ള സിസ്റ്റങ്ങളൊക്കെ നമുക്കിപ്പോൾ ഉണ്ട്. പിന്നെ നമുക്ക് ഈ റിലീജിയൻ്റെ കാരണം റിലീജിയൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവർ അപ്ഡേറ്റ് ചെയ്യല മിക്ക റിലീജിയൻസും അങ്ങനെയാണ്. അതായത് എപ്പോഴും ഒരു സാധനത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരതിലിങ്ങനെ ആ നിയമം അന്ന് ഉള്ളതും ഇന്നും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ വിഷയം. അതായത് കാരണം ഇതിലേറെ ബെറ്റർ ഫിലോസഫീസ് ഒരുപാടുണ്ട് നമുക്ക്. എനിക്ക് പഴയ ഫിലോസഫി, അതായത് നമ്മുടെ മാർക്കസ് ഐറീലിയസിൻ്റെ എന്തായിരുന്നു മെഡിറ്റേഷൻസും, അതായത് അതിലൊക്കെ നമുക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള നമുക്ക് എങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അതായത് നമുക്കൊരു റിലീജിയനെ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അതിനകത്ത് നമുക്ക് ഒരുപാട് നമുക്ക് എതിർപ്പുകൾ ഉണ്ടാവും അതിനകത്തും. പക്ഷേ നമുക്ക് റിലീജിയൻ ബുക്സിനെ പോലെ നമുക്ക് അത് സകല നേരം അംഗീകരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ബൈബിൾ നമുക്ക് ഓക്കെ, എന്നാലും നമുക്ക് കുറേ പേർക്ക് എതിർപ്പുണ്ടെങ്കിലും പക്ഷേ ഒരു ക്രിസ്ത്യൻ ആയിരിക്കുന്ന ആൾ അത് ബൈബിൾ വിശ്വസിക്കണം. ഓക്കെ, അതേപോലെ ഇസ്ലാം ആണെങ്കിൽ അയാൾ ആ ഖുറാനിൽ വിശ്വസിച്ചോണം, അല്ലെങ്കിൽ ആ ഖുറാനായിട്ട് ഒരു എതിർപ്പും പറയാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്, പക്ഷേ അന്നൊന്നും നമുക്ക് അതിൻ്റെ പരിപാടി നടക്കുകയില്ല. അതായത് ഒരു 19-ാം നൂറ്റാണ്ടിന് അല്ലെങ്കിൽ ഈ ഒരു അത്യാവശ്യത്തിനൊരു നമ്മുടെ ഈ ഇൻ്റർനെറ്റ് അതിന് മുന്നേ നമുക്ക് അങ്ങനെ പറ്റില്ല. കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കോൺസിക്വൻസ് നമുക്ക് പുരാണത്തിലോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം കാരണം ഇതിനൊരു കാരണമുണ്ട്. കാരണം ഒരാളിപ്പോൾ നിരീശ്വരവാദിയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് ദൈവനിഷേധിയാണെങ്കിൽ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അയാൾക്ക് അതായത് ഓരോ ദൈവവിശ്വാസികളും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അവർ ഭയങ്കര പ്രശ്നക്കാരാണ്. കാരണം പ്രശ്നക്കാരായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞാലേ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലൊരു കുഴപ്പമുണ്ട്. അത് പ്രശ്നക്കാരായിരിക്കും എന്ന് അവർ നേരത്തെ കരുതും. കാരണം ദൈവമില്ല, നമുക്ക് ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് എന്ത് തെറ്റും ചെയ്യാം, ആരും കാണാനില്ല, അങ്ങനെയൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അതായത് അങ്ങനെ അവർ അസ്യൂം ചെയ്യും. പക്ഷേ ഇതിലൊരു കുഴപ്പമുണ്ട്. അതായത് നമ്മളിപ്പോൾ ദൈവം ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ റോങ് ആയ, അതായത് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അതിനൊക്കെയുള്ള നമുക്ക് പണി തിരിച്ചു വരും. കാരണം അത് ചിന്തിച്ചാൽ മതി. അതായത് നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു, കൊന്നു കഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ പോകും. പിന്നെ അതായത് നമുക്ക് എങ്ങനെ കളിച്ചാലും അത് നമുക്കൊരു കുറ്റബോധം ഉണ്ടാവും. അത് കാരണം നമ്മൾ എവല്യൂഷനിൽ നമ്മൾ അങ്ങനെയാണ്. അത് നമുക്ക് മറ്റുള്ളവരെ ഉപദേശിച്ച് നമ്മുടെ സമൂഹം നമ്മളെ ഒഴിവാക്കുക. അത് നമ്മുടെ സർവൈവലിന് തന്നെ നമുക്ക് പ്രശ്നമായിരിക്കും. അതുകൊണ്ട് നമുക്ക് തെറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ നല്ലത് ചെയ്യുന്നത് എന്തിനാ, നമുക്ക് കൂടുതൽ അതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ആസ്വദിച്ച് ജീവിച്ചാൽ പോരെ എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഫിലോസഫി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് സയൻസ് കമേഴ്ഷ്യലൈസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അന്ന് ത്യാഗമായിരുന്നു അത്. അന്ന് സയൻസ് പഠനം എന്ന് പറയുന്നത് ത്യാഗമല്ല. ത്യാഗമാണോ ചോദിച്ചാൽ ഇങ്ങനെ ത്യാഗമെന്ന് നമ്മൾ ഈ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന നമ്മൾ ത്യാഗം, അല്ലെങ്കിൽ അത് എല്ലാവരും ചെയ്യുന്ന ത്യാഗമല്ല. അല്ലാതെ ഈ പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. അത് പൈസയെ പറ്റിയൊന്നും നമ്മൾ പൈസ കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അതായത് നമ്മളിപ്പോൾ ഓക്കെ പൈസ കിട്ടുകയെന്ന് നമ്മൾ പണ്ടത്തെ കാലത്ത് നമ്മളിപ്പോൾ കുറേ കണ്ടെത്തിയ കാലത്ത് നമുക്ക് സമൂഹത്തിൽ നല്ല വില കിട്ടും. അതായത് പൈസ കിട്ടിയില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നമ്മളൊരു വലിയ സംഭവമാണെന്നൊക്കെ ആൾക്കാർ കരുതും. അപ്പോൾ അതിന് വേണ്ടി തന്നെ ചെയ്യുന്നത്. അത് ഞാനിത് വെറുതെ ചുമ്മാ, കാരണം നമ്മൾ ജസ്റ്റ് നമ്മുടെ കാര്യം നോക്കുക. നമ്മളൊരു പണി എടുക്കുകയാണെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു ത്യാഗമാണെന്ന് കരുതി ആർക്കോ എല്ലാവരും സെൽഫിഷാണ്. കാരണം ഞാൻ സെൽഫിഷാന്ന് പറയാൻ കാരണം എല്ലാവരും അവനവനായിട്ട് ജീവിക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാവരും പറയും നമ്മൾ അയാൾക്ക് കൊടുത്തു, പക്ഷേ അതിലൊക്കെ ഒരു അണ്ടർലൈൻ റീസൺ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറായ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അത്
നമ്മുടെ പേര് അവിടെ എത്തണം. കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെയേ ഉള്ളൂ. കാരണം നമ്മൾ അങ്ങനെ ചെയ്യണം. കാരണം അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുള്ളൂ. ഈ ഓരോ ശാസ്ത്രജ്ഞന്മാർ പ്രീ മോഡേൺ ടൈംസിൽ അവർ അങ്ങനെ ചെയ്തുകൊണ്ട് അവരുടെ പേര് ഇന്നും അവർക്ക് കാരണം നമ്മൾ ചിന്തിച്ചാൽ പോയാൽ നമ്മൾ എന്തിനാണ് പൈസ ഉണ്ടാക്കുന്നത്? ആസ്വദിച്ചിരിക്കാൻ. എന്തിനാ അങ്ങനെ നമ്മൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഒന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇപ്പം റിലീജിയൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ പറയും സ്വർഗത്തിലെത്താനോ അവിടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദുയിസത്തിലാണെങ്കിൽ എന്തൊക്കെയോ പരബ്രഹ്മത്തിൽ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അവിടേക്ക് എത്തുക. കാരണം അതിൻ്റെ അപ്പുറത്ത് അതായത് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം. പക്ഷേ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് വെറൊരു ഫാൻറ്റസിയാണ്. അത് ആൾക്കാരുണ്ടാക്കിയ കെട്ടുകഥയാണ്. അതിനൊക്കെയുള്ള നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോ ഉണ്ടാക്കാം, അതായത് റിലീജിയനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളിപ്പോൾ ഇത് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, നമുക്കിനി അടുത്ത സെക്കൻഡിലോട്ട് പോകാം. ശാസ്ത്രപഠനം എന്ന് പറയുന്നത്, പ്രപഞ്ച പഠനം എന്ന് പറയുന്നത് ഒരു ത്യാഗമായിരുന്നു. അന്ന് ഇവരാരും ഈ വഴിക്കേ ഉണ്ടായിരുന്നില്ല. ഇന്ന് സ്വാഭാവികമായിട്ടും അതിന് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലത്ത് സ്വാഭാവികമായിട്ടും അന്നെന്താ വെച്ചാൽ മതവിശ്വാസികൾ അതിന് പിന്നാലെ പോകാനൊരു കാരണമുണ്ട്. കാരണം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചവും ഇവിടെയുള്ള പിന്നെ എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവത്തെ കൂടുതൽ അറിയാനുള്ള ഒരു വഴിയാണ്. കാരണം നമ്മൾ എന്തിനാ കഷ്ടപ്പെട്ട് ഇപ്പോൾ ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ അറിയാൻ നോക്കുന്നത്? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ദൈവത്തെ അറിയുമല്ലോ. എന്തിനാണ് നമ്മൾ അതിന് മുന്നേ ദൈവത്തെ അറിയുന്നത്? കാരണം അതിനൊക്കെ കാരണമുണ്ട്. കാരണം ഞാൻ സത്യം അതായത് അത് സത്യം പറഞ്ഞാൽ നമ്മൾ ആൾ കളിക്കാൻ വേണ്ടിയാണ്. അത് മെയിനാകാം, കുറേ പേരുടെ മുന്നിൽ മെയിനാകാൻ വേണ്ടി മാത്രമാണ്. അതായത് അങ്ങനെ കുഴപ്പമില്ല. ഞാനിപ്പം ഇവർ ഈ ത്യാഗം അതൊക്കെ പക്ഷെ അങ്ങനെ മെയിൻ ആകണം എല്ലാവരും. ഞാനും നീയൊക്കെ എല്ലായിടത്തും നമ്മളെല്ലാവരും അതായത് അത്യാവശ്യം നമ്മൾ സെൽഫിഷായിട്ട് നമ്മൾ ആക്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ എപ്പോഴും സെൽഫ്ലെസ് ആയിട്ട് നമ്മളിങ്ങനെ ബിഹേവ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. അവർ ചെയ്തത് ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷെ അവർ ഈ ത്യാഗം, ദൈവത്തെ അറിയാം, അതൊക്കെ ചുമ്മാ റാൻഡമായ വർത്തമാനങ്ങൾ. അതായത് ഒരു ആലങ്കാരികമായ ഒരു യൂസ്ലെസ് ആയ വർത്തമാനങ്ങളാണ്. കാരണം അത് നമുക്ക് എല്ലാവരും അവനവന് വേണ്ടി ജീവിക്കുന്നത്. അത് നമ്മൾ പക്ഷെ അങ്ങനെ ജീവിക്കാത്തവരുടെ കുഴപ്പമെന്ന് പറയാം. അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും. അവർ ചിലപ്പോൾ ദൈവത്തെ പിടിക്കേണ്ടൊക്കെ ആവശ്യമുണ്ടാവും. കാരണം ദൈവത്തെ പിടിച്ചുകൊണ്ട് എന്താ കാര്യം? ദൈവത്തെ പിടിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് എന്താ ഇവർ പറയും? ദൈവത്തെ അറിയാനും ദൈവത്തോട് കൂടുതൽ അതൊക്കെ ചുമ്മാ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ. അതായത് അന്ന് അവന്മാരങ്ങനെ ചെയ്തു, അവരെ നേരിട്ട് കണ്ടോ? ചുമ്മാ നമ്മളിങ്ങനെ അത് അവർ എഴുതി വെക്കുന്ന എല്ലാവർക്കും എന്ത് വേണം എഴുതി വെക്കാൻ പറ്റുമല്ലോ. പക്ഷെ ഞാൻ ഒരിക്കലും പറയുന്നത് ഹിസ്റ്ററി മൊത്തം ഫ്ലോപ്പാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷെ ദൈവത്തെ അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ഭൂമി ഇരിക്കുമ്പോൾ നമ്മൾ മരിക്കുമ്പോൾ ദൈവത്തെ അറിയും. ഓക്കെ, ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ പറ്റി പഠിക്കുക, നിങ്ങൾ ചിന്തിക്കുക എന്നുള്ള ഒരുപാട് കൽപ്പനകൾ മതത്തിന്റെ അധ്യാപനങ്ങളെ നമുക്ക് കാണാനും കഴിയും. അതിനൊരു കുഴപ്പമുണ്ട്. അതായത് ചിന്തിക്കുക എന്നൊക്കെ അതിന് മതത്തിൽ ബുക്കിൽ നമ്മൾ നോക്കി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാവർക്കും ചിന്തിക്കുക ആരും പഠിപ്പിച്ചു തരേണ്ട, നമ്മൾ ചിന്തിച്ചോളും. നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ഭക്ഷണത്തിന് നമ്മൾ തേടി നടക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിച്ച് എവിടെയായിരിക്കും ഭക്ഷണം നമ്മൾ ചിന്തിക്കും. അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം, അതായത് നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ചുമ്മാ നമുക്കൊരു ഇതുമില്ല, ചുമ്മാ ഇരുന്നാലും നമ്മൾ ചിന്തിക്കും കേട്ടോ. ചുമ്മാ ഇരുന്നാലും നമ്മൾ ചിന്തിക്കും ഓരോ കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത്. അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ചൊരു നമ്മൾ മതപുസ്തകത്തിൽ എഴുതിയിട്ട് നമ്മളത് കേട്ടിട്ട് ഇനി ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ആർക്കും ഇല്ല. അത് പണ്ടേ എല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്ന, അതിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയാൻ, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി പഠിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കൂടിയാണ് മതവിശ്വാസികൾ അതിൽ ഒരുപാട് ത്യാഗങ്ങൾ എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു കണ്ടുപിടുത്തത്തിന് കൂടി പിന്നെയും ത്യാഗം. ഓക്കെ, അത് കുഴപ്പമില്ല, ഒന്നുകൂടെ പറഞ്ഞു. ഒരു ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച ശാസ്ത്രജ്ഞരെ കാണാൻ പറ്റും. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അത്രയും ചെറിയ കാര്യത്തിനാണോ അവർ ജീവിതം മൊത്തം മാറ്റി വെച്ചത് നമുക്ക് തോന്നും. പക്ഷെ അവരങ്ങനെ കുറേ ആളുകൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മളിങ്ങനെ നിൽക്കുന്നത്, നമ്മൾ ഈ മൈക്കും ഒക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതിൻ്റെ ഇപ്പോൾ പറയുന്ന സെയിം കാര്യം തന്നെ, ത്യാഗം. അതായത് ചെറിയ കാര്യം, അതൊക്കെ ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് അവർക്ക് ചെറിയ കാര്യം അല്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ യൂസ്ലെസ് ആയ കാര്യം ആരും ചെയ്യത്തില്ലടോ. എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടെങ്കിൽ അവർക്കും അല്ലെങ്കിൽ ഒരു അവർക്ക് തന്നെ ഒരു ഉപകാരം അവർക്ക് തോന്നണം. അല്ലാതെ ഒരു മോട്ടിവേഷൻ ഒരുത്തിനും ഉണ്ടാകുകയില്ല. അല്ലാതെ ഇവർ പറയുന്ന പോലെ നമ്മൾ അന്ന് അത് വലിയ കാര്യമായിരിക്കും, പക്ഷെ അത് ഇപ്പോൾ നമുക്ക് ചെറിയ കാര്യമായിട്ട് തോന്നുന്നുള്ളൂ. ശേഷമാണ് ഒരു മോഡേൺ സയൻറ്റിഫിക് എറ വരുന്നത്. അതിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ടെക്നോളജിയിലേക്ക് വരികയാണ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ സയൻസ് കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ആ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ ഒരു ടെക്നോളജിയിലേക്ക് അതുവഴി പിന്നെ അതിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയപ്പോൾ. എന്ന് വെച്ചാൽ ഇവർ ആണോ എന്തിനാ നമ്മളതിൽ ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൈസ ഉണ്ടാക്കുക എന്താ, എങ്ങനെ പൈസ ഉണ്ടാക്കുക? സന്തോഷമുണ്ട് പൈസ ഉണ്ടാക്കാൻ.
പൈസ ഉണ്ടാക്കുക അതിനെന്താ ഒരാൾ അത് പൈസ ഉണ്ടാക്കുന്ന പറയുന്നത് എന്തോ വലിയ തെറ്റ് പോലെ, അല്ലെങ്കിൽ ശാസ്ത്രം എന്തോ ഒരു പുച്ഛമൊക്കെ പോലെ, എന്താ അറിയില്ല, അങ്ങനെ എന്താ അറിയില്ല, എന്തോ ഒരു ഈ ആസ്വാദനത്തിന് ഇത് പറ്റും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, എത്തീസ്റ്റുകൾ പതിയെ പതിയെ ശാസ്ത്ര രംഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. അവര് ശാസ്ത്രത്തിന്റെ ആളുകളും പിതാക്കളും ഒക്കെ ആയി. എടാ ഇതിലൊരു കുഴപ്പമുണ്ട്. ഓരോ നമ്മൾ ഹിസ്റ്ററിയിലോട്ട് നോക്കാം, ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ നമ്മൾ നോക്കിയോ, മിക്ക ശാസ്ത്രജ്ഞന്മാർ ജനിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മതവിശ്വാസിൻ്റെ വീട്ടിലായിരിക്കും. ഒന്നെങ്കിൽ അവൻ്റെ അപ്പനോ അമ്മയോ ആരെയൊക്കെ മതവിശ്വാസിയായിരിക്കും. അതായത് ഇവർ പറയുന്ന പോലെ പണ്ടേ ഉള്ളതാണ് ഈ ഏത്തിസം എന്നൊക്കെ പറയുന്നത്. അതിൽ ഭയങ്കര കുഴപ്പമുണ്ട്. കാരണം മെയിനായിട്ട് ഈ ഏത്തിസമൊക്കെ ഇങ്ങനെ ഫേമസ് ആയി വന്നിട്ട് ഇച്ചിരി കുറേ കാലമൊന്നും ആയിട്ടില്ല. ഏത്തിസം എന്ന് പറഞ്ഞാൽ എന്തോ അപ്പൊ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് ഈ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ മോഡേൺ സയന്റിഫിക് എറക്ക് മുമ്പ് ഈ പറഞ്ഞ എത്തിസ്റ്റുകൾ ഒരു 10 എണ്ണി കിട്ടിയാൽ ആ 10 ഓരോ മുട്ടായി വീതം തരാൻ. അയ്യോടാ സോറി എനിക്കറിയത്തില്ല. ഞാൻ ആർക്കെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവരോട് തന്നെ പോയി പറയാം. എനിക്കറിയത്തില്ല 10 ഉണ്ടോ ഒന്നും ഇല്ല ഒന്നും. നമുക്ക് എന്തായാലും ആരെങ്കിലും എണ്ണി തരികയാണെന്നുണ്ടെങ്കിൽ. പിന്നെ എണ്ണം കുറെ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ചാറ്റ് ജിപിടിയോട് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. ചാറ്റ് ജിപിടിയോട് ചോദിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ അതിൽ കിട്ടിയിട്ടില്ല. ചില ആൾക്കാരൊക്കെ കമന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ പറഞ്ഞിട്ടുള്ള മിക്ക ആളുകളും എന്താണ്, മതവിശ്വാസികളാണ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള മതവിശ്വാസങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച ശാസ്ത്രജ്ഞന്മാരുണ്ടാവും ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിനോട്. ഇപ്പം ഒരു മുസ്ലിങ്ങളിൽ തന്നെ ഇന്നത്തെ ഒരു ആസ്പെക്ട് മാത്രമായിരിക്കുമല്ലോ, അതിലേറെ ആസ്പെക്റ്റിൽ ഒരു 10 എന്നൊക്കെ പറഞ്ഞോ, ഒരു ആസ്പെക്ട് എന്നൊക്കെ പറഞ്ഞ ചെറുതായി കളയല്ലേ. ോട് വിയോജിപ്പ് പ്രഖ്യാപിച്ച, അപ്പൊ ആ സെക്റ്റുകളുടെ പിന്നെ കാഴ്ചപ്പാടിൽ ഇവർ കാഫിറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും മതവിരുദ്ധർ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളല്ലാത്ത വ്യാഖ്യാനങ്ങൾ കാണാം. പക്ഷെ അവരൊക്കെ സ്വയം പറഞ്ഞത് ഞങ്ങൾ ദൈവവിശ്വാസികളാണ് മാത്രമല്ല. അയ്യോ ഞങ്ങൾ ദൈവവിശ്വാസികളാണ്. ഇയാൾ പോയി ചോദിച്ചവരുണ്ട് പോലും ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞു. മാത്രമല്ല ഇതിൽ ഇവര് ലിസ്റ്റിലിട്ട പല ആളുകളും ദൈവവിശ്വാസത്തിന് വേണ്ടി, എന്ന് വെച്ചാൽ ദൈവമുണ്ട് എന്നുള്ളതിന് ആർഗ്യുമെന്റ്സ് പോലും പറഞ്ഞ ആൾക്കാരാണ്. അവരാണ് നിരീശ്വരവാദികളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുള്ളത്. ഉദാഹരണത്തിന് മറ്റേ ഇവരുടെ വലിയ നാസ്തിക ആചാര്യൻ രവിചന്ദ്രൻ ഇബ്നു സീന. കാരണം എന്താ, ഇബ്നു സീനനെ കുറിച്ച് ചില പണ്ഡിതന്മാർ കാഫിറാണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇബ്നു സീന ദൈവത്തെ നിഷേധിച്ചിട്ടില്ല, റസൂലിനെയും നിഷേധിച്ചിട്ടില്ല. നേരെ മറിച്ച് ഇബ്നു സീന ചെയ്തത് മരണാനന്തര ജീവിതത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം നിഷേധിച്ചിരുന്നു. അങ്ങനെ നമുക്ക് തോന്നിയ പോലെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? അപ്പോൾ അയാൾ വേറെ റിലീജിയനായില്ലേ? അതായത് നമ്മൾ ഒരിക്കലും അയാളൊരു വേറെ ഇതായില്ല. എനിക്കിതൊന്നും പറയാനൊന്നുമില്ല, പക്ഷെ എനിക്ക് ഉള്ളിലെന്തോ തോന്നുന്നുണ്ട്, പക്ഷെ എനിക്കത് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, വിരുദ്ധമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ കാഴ്ചപ്പാട് ശരിയാന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷെ അദ്ദേഹം കാഴ്ചപ്പാട് വെച്ചു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം സ്വയം അതെ മതത്തിന് പുറത്തു പോകാനല്ലോ ആഗ്രഹിക്കുന്നത്. ഇബ്നു സീന ദൈവത്തിന് വേണ്ടി ആർഗ്യുമെന്റ് പറഞ്ഞതാണ്. അവരാണ് അപ്പൊ ഏതായാലും നമ്മളിപ്പോഴും പറയുന്നു 10 മുട്ടായി തരും. ഓക്കെ, 10 മുട്ടായി വേണത് 20 മുട്ടായി ആക്കിയിട്ട് വേണമെങ്കിൽ എന്താ. പിന്നെ ചാച്ചിപ്പിട്ട് ചോദിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം. ചാച്ചിപ്പിട്ട് പറയും സോറി. ഞാൻ ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടിട്ട് ഈ ലിസ്റ്റ് അതേപടി കൊടുത്തു. എന്നിട്ട് ചോദിച്ചു ചാറ്റ്ജിപിടി ഈ ആള് എത്തിസ്റ്റ് അല്ലല്ലോ, ഓ സോറി. സ്വാഭാവികമാണ്. അപ്പൊ ചാറ്റ്ജിപിടി മാത്രം നോക്കി മുട്ടായി വാങ്ങാൻ വരുന്ന ആൾക്കാർ. അപ്പോൾ ഇത് എവിടെ നോക്കുക, നമ്മൾ ChatGPT നോക്കിയിട്ട് കാര്യമില്ല, ഗൂഗിളിൽ അടിച്ച് നോക്കിയിട്ട് കാര്യമില്ല, അപ്പോൾ എവിടെയാണ് നമ്മൾ നോക്കുക? അത് ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായി കേട്ടോ. എനിക്ക് മനസ്സിലാവുന്നില്ല എവിടെ അടിച്ച് നോക്കുന്നത്. എവിടെ നോക്കിയാലും നമ്മളിപ്പോൾ അങ്ങോട്ട് ചോദിക്കുക ഇയാളെ എത്തിസ്റ്റ് അല്ലോ, കാരണം അവർക്കറിയത്തില്ല, എനിക്കറിയില്ല എവിടെ നോക്കണ്ടെന്ന് കേട്ടോ. നമ്മുടെ വെല്ലുവിളി ഏറ്റെടുത്ത ഒരാൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏതാണ് അതിന്റെ മുട്ടായി കൊടുക്കാം നമുക്ക് എന്തായാലും. ആ ഇൻ്റലക്ച്വലായ ആൾ ഞാനാട്ടോ. അടിപൊളി. അല്ല എന്തായിരുന്നു ഏറ്റെടുത്ത് വന്നൊരു എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ ആ ഉദ്ദേശമല്ല ചെയ്തത്. എന്തായാലും അടിപൊളി. അപ്പം 10 നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് മറുപടി ആയിട്ട് ഇപ്പം വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോ ആൾക്കും 10 ആളുകൾ പറഞ്ഞാൽ ഓരോ ആൾക്കും ഓരോ മുട്ടായി. അതൊന്ന് നോട്ട് എത്ര ആൾക്കാരെ വരുന്ന എത്ര മുട്ടായി എന്നുള്ളത് ഓർഡർ കൊടുത്തോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വരും കേട്ടോ. എടോ നീ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, അതായത് ശാസ്ത്രത്തിൻ്റെ അടിത്തറ മതവിശ്വാസികളാണ് ഉണ്ടാക്കിയത്. അതായത് എന്താടാ നമ്മളാട്ടോ ഇതിനെ പ്രൊമോട്ട് ചെയ്തത്. എടാ ഏത് മതമാണോ ഇത്? സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഞാൻ അവരുടെ വീഡിയോ കണ്ടു, എനിക്ക് തോന്നി അപ്പം തന്നെ ഇട്ടു. ഞാനതൊരു എന്താ പറയുക, ഞാൻ കുറേ ആയിപ്പോൾ യൂട്യൂബ് വേറെ ചാനലിലൊക്കെ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വെറൈറ്റിക്ക് എന്തായാലും ഇപ്പോൾ ഞാൻ കുറേ വീഡിയോ ഇട്ടു പല ചാനലിൽ. അതായത് ഫൈനാൻസ് ഇട്ടു, പിന്നെ ഫൈനാൻസ് റിലേറ്റ് ചെയ്ത്, സയൻസ് റിലേറ്റ്,
ഒന്നിനും വ്യൂസ് വരുന്നില്ല. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കണ്ടൻറ് ക്വാളിറ്റി ഇല്ല. അതായത് മെയിനായിട്ട് എനിക്ക് സ്കില്ല് കുറവായിരുന്നു. അതായത് എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പിന്നെ എനിക്ക് ഒരു കൺസിസ്റ്റൻസി ഇല്ല. എപ്പോഴും പല പല ഇൻട്രസ്റ്റുകളാണ്. ചിലപ്പോൾ ഞാൻ അത് അവസാനം ഞാനിപ്പോൾ ഒരു രസത്തിന് പിന്നെ ഞാൻ എന്താ ലേറ്റസ്റ്റാണ് പിന്നെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ അങ്ങ് ഇട്ടേക്കാന്ന് കരുതി വേറെ വീഡിയോ എടുത്തത് ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ എടുത്ത് കിട്ടുമെന്ന് കരുതിയാണ്. എന്തായാലും ഇടണ്ടേ. അപ്പോൾ ഇതിൽ എനിക്ക് ആദ്യമായിട്ടൊരു ഇത്രയും ഒരു എക്സ്പോഷർ തന്നെ കിട്ടുന്നു കേട്ടോ. എന്തായാലും ഇവരോട് താങ്ക്സ് ഞാൻ പറയുന്നുണ്ട്. ശാസ്ത്രത്തെ പ്രൊമോട്ട് ചെയ്തിങ്ങനെ അല്ല മതത്തിനൊക്കെ മൂപ്പര് ഭയങ്കര എത്തിയിട്ടാന്ന് തോന്നുന്നുണ്ട്. കഴുത്തിൽ കുരിശൊക്കെ എന്താ സാധനം ആ കുരിശ് ഇപ്പോഴും ഇവിടെ എൻ്റെ കിടപ്പുണ്ട് കേട്ടോ. അത് കാണിച്ചു തന്നേക്കുള്ള കുരിശ് ഇവിടെ എങ്ങനെ ഉണ്ടല്ലോ. ഇതാ ഓക്കെ ഇത് അടിപൊളി. അവർ ഞാൻ നോട്ടീസ് ചെയ്തു. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ടെക്നിക്കായിരുന്നു കേട്ടോ. അതായത് എന്തായാലും അവർക്കൊരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആസ്വദിക്കാം. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഊരി കളയത്തില്ല. കാരണം ഇത് ഊരി കളഞ്ഞാൽ എനിക്ക് ഭയങ്കര ബോറാട്ടോ. സത്യം പറയാം. എല്ലാവരും പറയാറുണ്ട്, എല്ലാവരും വീട്ടുകാരൊക്കെ പറയും എന്താ അറിയില്ല ബോറാ എന്തെങ്കിലുമൊക്കെ ഇട്ടണ്ടേ. ഇപ്പം പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതങ്ങ് ഇട്ടേക്കുക. ഇത് ഊരി കളഞ്ഞിട്ടില്ല, ഇത് ഊരാറും ഇല്ല. പണ്ടങ്ങാണ്ട് ഇട്ടതാണ്. അപ്പം അവിടെ കുഴപ്പമുണ്ട്. കണ്ടോ പൊട്ടിയൊക്കെ പോയിക്കുന്നുണ്ടോ. പണ്ട് ഇട്ടതാണ് 2-3 പെറുക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഊരി കളഞ്ഞിട്ടില്ല. എന്തെങ്കിലും നല്ല വില കൂടി വല്ല ചെയിനൊക്കെ മേടിച്ചിടാൻ പറ്റുകയാണെങ്കിൽ മേടിച്ചിടുക. ഇതിപ്പോൾ ഒരു രസം, എനിക്ക് ഒരു രസമല്ലേ. എന്തെങ്കിലുമൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യണ്ടേ. നമ്മൾ ഈറ്റിസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത ദിവസം വേണമെങ്കിൽ മറ്റേ നമ്മുടെ മുസ്ലിങ്ങളുടെ തൊപ്പി, പക്ഷേ അതിൻ്റെ അടുത്ത് ഇല്ല. ഒരെണ്ണം ജിമ്മിൽ കിടപ്പുണ്ട്. ഞാൻ വേണമെങ്കിൽ എടുത്തിട്ട് വന്നിട്ട് എടുത്ത് അടുത്ത പ്രാവശ്യം ഞാൻ വേണമെങ്കിൽ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ മുസ്ലിങ്ങളുടെ തൊപ്പിയോ ഇനി ഹിന്ദുക്കളുടെ എന്തെങ്കിലും ചാരം പൂഷണം എനിക്കങ്ങനെ ഞാനങ്ങനെ മതവിരോധിയൊന്നുമല്ല. പക്ഷേ എനിക്ക് മതങ്ങളോട് കുറേ എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ഞാനിത് ഇടുന്നു. എനിക്കിത് അത് കൂളല്ലടോ. കണ്ടിട്ട് നല്ല അടിപൊളി തോന്നില്ലേ. എല്ലാവരും ഹിന്ദുക്കളൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ കൂട്ടുകാരൊക്കെ അവരൊക്കെ ഇട്ടു, ചെക്കന്മാരൊക്കെ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിതങ്ങനെ ഇട്ടു. ഓക്കെ റൈറ്റ് ചെയ്യും. കഴുത്തിൽ കുരിശൊക്കെ ഒന്നല്ല അവർക്ക് ചിരിക്കാൻ ഒരു അവസരം കൊടുത്തില്ല ഞാൻ കാരണം. അതുകൊണ്ട് ഇത്ര തമാശയില്ലേ ഞാൻ അവർക്ക് ചിരിക്കുന്ന കേട്ടോ. ഒരു കുരിശ് ഞാൻ കാരണം ഇവർ ചിരിച്ചല്ലോ. എനിക്ക് മതി, സന്തോഷം എല്ലാവർക്കൊക്കെ അത് മതി. നിരീശ്വരവാദത്തിന് ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. എന്തായാലും അല്ല നമ്മൾ അത് നോക്കണ്ട. പറഞ്ഞാല് മുട്ടായി കൊടുക്കാനുള്ള റെഡി ആക്കി വെച്ചിട്ട് വകുപ്പുണ്ടാക്കാം. ഇയാളാ സുഹൃത്താ ഞാൻ അത് പറയാനല്ലടോ. ഞാൻ പറയാൻ മറന്നു. ഞാൻ റിപ്ലൈ ടു അൺമാസ് ഞാൻ ടൈറ്റിൽ കൊടുത്തൊരു തെറ്റ് പറ്റി. അല്ല ഞാൻ ടൈറ്റിൽ കൊടുത്തതിന് തെറ്റുണ്ടോ എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. പക്ഷേ എന്തായാലും ഇനി അവർ കഷ്ടപ്പെട്ട് ഞാൻ ഒരു ഡിസപ്പോയിൻറ്റഡ് ആയി പോകും. പക്ഷെ അത് അവർക്കൊരു സന്തോഷം കൊടുക്കും. അതായത് അവർക്കൊരു സന്തോഷമായല്ലോ, അത് മതിയല്ലോ. എനിക്ക് ഒരാൾക്ക് സന്തോഷമായ മതി. കാണോ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് അതായത് ശാസ്ത്രജ്ഞന്മാരെ സുഖിപ്പിച്ചെങ്കിൽ മതത്തിനെ സുഖിപ്പിച്ചെങ്കിൽ അവന്മാരൊക്കെ എത്തിച്ചിട്ട് ഉറപ്പാ. മറ്റേ ഇയാള് സത്യം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റേ ട്രസ്റ്റ് മീ ബ്രോ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് വിശ്വസിക്കോ തെളിവൊന്നുമാണെന്നില്ല. പത്തനത്തിൽ ഇപ്പൊ വരുമായിരിക്കുന്നു. പേര് വരും അവന്മാരൊക്കെ എത്തിച്ചിട്ട് ഉറപ്പാ. അവരൊക്കെ എത്തിയിസ്റ്റാണ് ഉറപ്പാണ്. അവരെന്ത് പറഞ്ഞത് കുഴപ്പമില്ല. അവര് മതവിശ്വാസമായിട്ട് ജീവിച്ചാലും കുഴപ്പമില്ല. അവരൊക്കെ എത്തിയിസ്റ്റുകളാണ് ഉറപ്പാണ്. മൂപ്പരൊരു ഉറപ്പുണ്ട്. ട്രസ്റ്റ് മീ ബ്രോ. കാരണം അവർക്ക് ഉറപ്പുണ്ട് ഇങ്ങനെ ഒരു ദൈവമൊന്നുമില്ല, ഒരു ദൈവം ഇല്ലെന്ന് ഉറപ്പാ. എന്നിട്ട് ഇവന്മാര് സുമ്മാ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ശരി, അത് ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി? ശരിക്കും ഇയാൾ പറയുന്നത് അറിയോ, എത്തിയിസ്റ്റുകളൊക്കെ കപടന്മാരാണെന്ന് പറഞ്ഞേ. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ശരിക്കും അടച്ച് പറയാൻ പാടില്ല. അത് കുരിശ് വെച്ചിട്ട് ഇനിയിപ്പോ എത്തിയിസ്റ്റുകൾക്ക് പണി അതല്ല മൂപ്പര് സുഖിപ്പിക്കാൻ വേണ്ടി കുരിശ് തൂക്കിയിട്ട് ഇതിലൊക്കെ സംഭവം നിന്നുള്ളൂ. ശക്തൻ്റെ ഒപ്പം നിൽക്കും. ബുദ്ധിയുള്ളവൻ അങ്ങനെ ചെയ്യുക. അല്ലാതെ നിങ്ങളെ പോലെ സത്യമല്ലോ ശക്തൻ്റെ ഒപ്പം നിൽക്കണ്ട. അല്ലാതെ നമ്മളിപ്പോൾ ശക്തനെ പോയിട്ട് എതിർക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ശക്തനെ മാറി നിന്നിട്ട് നമുക്ക് അയാളെ ഉപദ്രവിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഉപദ്രവിക്കാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മാറിയണം. അത് ഞാൻ അന്നത്തെ സമയത്തെ കുറിച്ച് പറഞ്ഞത്. അതായത് നമ്മൾ അന്നത്തെ സമയത്ത് നമ്മൾ നോക്കുക ഓരോ സ്റ്റേറ്റും നമ്മളിപ്പോൾ ഏത് സ്റ്റേറ്റ് എടുത്തോ അതിൻ്റെ ഇതിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ റിലീജിയസ് ബേസ് ചെയ്തിട്ടായിരിക്കും. ഒന്നുകിൽ ക്രിസ്ത്യാനിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ഇസ്ലാമിൻ്റെ ആണെങ്കിൽ അവരുടെ ശരിയായ നിയമമായിരിക്കും. അതായത് നമ്മുടെ ഇന്ത്യയിൽ വരെ നമ്മൾ നോക്കിയോ, നമ്മൾ ഈ ജാതീയത ഒക്കെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതായത് തൊട്ടുകൂടാൻ പറ്റില്ല, അതായത് താഴ്ന്ന ജാതിക്കാരും എന്താ ഒളിക്കണം, അങ്ങനെ പല പല നിയമങ്ങളുണ്ട്. അതായത് അന്ന് നമ്മൾ അങ്ങനെ ചെയ്യണോ. കാരണം നമ്മൾ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ നാട്ടുകാരും കൂടെ തല്ലിക്കൊല്ലും, വീട്ടുകാർ ചിലപ്പോൾ നമ്മളെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് നമ്മൾ പേടിച്ചിട്ട് വിളിക്കണം. നമ്മൾ ബുദ്ധിപൂർവ്വം നിൽക്കണം. നമ്മൾ ചാകാൻ നോക്കുക, നമ്മളെ എങ്ങനെയൊക്കെ ജീവിക്കാൻ നോക്കുക. നമ്മൾ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ കൊന്നുകളയും. അതാണ് നമ്മൾ നടക്കുക. കാരണം അത് നടക്കുകയുള്ളൂ. കാരണം നമുക്ക് നൈസായിട്ട് ചെറിയ നമ്മൾ ഡോസ് ചെറുതായിട്ട് ഇങ്ങനെ കൊടുക്കാനുള്ളൂ. നമ്മൾ അവസരം നോക്കി നിൽക്കുക. അപ്പോൾ അതേപോലെ അന്ന് അവസരം കിട്ടിയിട്ടില്ല ആർക്കും.
അത്രയും ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതായത് നമ്മൾ ഇപ്പം സത്യം ഞാൻ പറയുന്നുണ്ടോ, ഇപ്പം എന്താ കുറേ എത്തിസ്റ്റുകൾ വരുന്നതെന്ന്. എത്തിസ്റ്റുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ മതം ബേസ് ചെയ്തിട്ടുള്ള ഒരു റിലീജിയൻ കൺട്രീസ് അല്ല ഇപ്പോൾ എല്ലാ കൺട്രികളിലും എന്താ സ്പീച്ച് നമുക്ക് നമുക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ തോന്നിയ കാര്യങ്ങൾ മറ്റുള്ളവർ തെറി വിളിക്കാനൊന്നും പറ്റിയെങ്കിലും നമുക്ക് സത്യമായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് നമുക്ക് പറയാം. നമ്മളതിന് കോൺസിക്വൻസസ് ഫേസ് ചെയ്യുക. പക്ഷേ ഇപ്പം മതത്തെ നമ്മൾ എന്ത് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥിതി ഞാൻ ഇപ്പം എന്നെ ആരും തട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇത് മാറ്റി അങ്ങ് പറയട്ടു. കാരണം എനിക്ക് മാറ്റി പറയാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ കൊന്നുകളയല്ലേ അങ്ങനെ പറ്റുള്ളൂ. കാരണം എനിക്ക് മതങ്ങളോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ മതങ്ങളുടെ പഠിപ്പിന് മാത്രമേ എനിക്ക് എതിർപ്പുള്ളൂ. പിന്നെ അവരുടെ പൈസയോടുള്ള ഒരു അത്യാഗ്രഹം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നല്ലൊരു ദൈവവിശ്വാസമായിരുന്നു. എനിക്കങ്ങനെ മതങ്ങളുമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു മതമായിട്ട് അങ്ങനെ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മെയിനായിട്ട് ആദ്യമേ എനിക്ക് എതിർപ്പ് വന്നത് ഈ ക്രിസ്ത്യാനിറ്റി. എൻ്റെ റിലീജിയൻ എനിക്ക് ഏറ്റവും വെറുപ്പ്. കാരണം ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ജീവിക്കുന്നത്. പൈസ ഉണ്ടാക്കുക, പൈസ മേടിക്കുക. കാരണം പൈസ മേടിക്കുക, എല്ലാവരുടെ മേടിക്കുക. എല്ലാ റീജിയൻ്റെ കാര്യം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ ബിസിനസ്സാണ് ഇവരുടെ, വെറും ഉഡായിപ്പ് ബിസിനസ്. ഒരു വാല്യൂ, എന്ത് വാല്യൂ, ഇതൊരു അൺപ്രൊഡക്റ്റീവായൊരു പ്രാക്ടീസ് അവർ ചെയ്യുന്നത്. കാരണം അൺപ്രൊഡക്റ്റീവ് വെറും, അതായത് നമ്മൾ ശമ്പളം കൊടുക്കുക, എന്തൊക്കെ ഒരു കാര്യമില്ല ഇതുകൊണ്ട്. എനിക്കത് മെയിൻ എതിർപ്പ്. പള്ളി കെട്ടാൻ പൈസ കൊടുക്കണം, അത് വെറും ആഴ്ചയ്ക്ക് പിരിവ് ഈ പിരിവ് എല്ലായിടത്തും മേടിക്കുക. അത് തന്നെ അവരുടെ പരിപാടി. എന്തായാലും നല്ലതാണ്. അതിപ്പോൾ പറയുന്ന പോലെ ഇപ്പോഴത്തെ ഒരുപാട് ഏത്തിസ്റ്റുകളുണ്ടാകുന്നത്. കാരണം അവർക്കിപ്പോൾ പേടിക്കേണ്ട ഒരു മതം ഇപ്പോൾ ശക്തന്റെ കൂടെ നിൽക്കുകയാണ്. ശക്തന്റെ കൂടെ നിൽക്കുകയാണ്, ഇസ്രായേലിന്റെ കൂടെ. ആരാ ഇസ്രായേലിൻ്റെ കൂടെ എന്തേലൊക്കെ ഉണ്ടാക്കി പറയണ്ടേ? ഇസ്രായേലിൻ്റെ കൂടെ തിന്നിടോ, എന്തേലൊക്കെ പറയണ്ടേ? കുരിശിട്ടോ ഇസ്രായേലിൽ പോയോ? അടിപൊളി, ഇസ്രായേലിൽ പോയി. എനിക്കിവിടെ പ്രത്യേക കാര്യത്തിനെ കുറിച്ചൊന്നും പറയാനൊന്നുമില്ല. നിങ്ങളിപ്പോൾ പാലസ്തീൻ്റെ പോണ്, എനിക്കിപ്പോൾ അങ്ങനെ ആരുടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇസ്രായേലിപ്പോൾ എന്തായാലും എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുമില്ല. ഇസ്രായേലിലും പോയിട്ടില്ല, പാലസ്തീനിലും പോയിട്ടില്ല. എന്താ അവിടെ പ്രശ്നങ്ങൾ? എവിടെ മീഡിയാസ് കുറേ ചിത്രങ്ങൾ അല്ല ഓരോ ഇതൊക്കെ ആയിരിക്കും. എനിക്കങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് എന്ത് സപ്പോർട്ട് ചെയ്യാൻ, ഞാൻ അതിനെക്കുറിച്ച് നോക്കാറുമില്ല. എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ താല്പര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നോക്കിയിട്ട് ഞാൻ പറയാം. കാരണം എനിക്കിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാനൊന്നുമില്ല. പക്ഷേ ഇവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ. എനിക്കിപ്പോൾ ശക്തൻ്റെ അപ്പോൾ എന്തിന് ഇസ്രായേലിനെയൊക്കെ വലിച്ചിടുന്നത്, അല്ലെങ്കിൽ പാലസ്തീനെ പറയേണ്ട ആവശ്യം ഇവരുടെ ചാനലാണ്, ഇവർക്ക് എന്ത് വേണം പറയാം. ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ പറഞ്ഞപ്പോൾ എന്നോടാ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയുണ്ട്. അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു. ഓക്കെ, ലോകം ഭരിക്കുന്ന, അതായത് ലോകത്തിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒപ്പം നിൽക്കേണ്ട ഒരു ആവശ്യം ആർക്കും ഇല്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവന്മാർ അന്നത്തെ സമയത്ത് സുഖിപ്പിക്കുക. അത് ബുദ്ധിയുള്ള അങ്ങനെ ചെയ്യുക. ഞാൻ ആ സമയത്ത് ജീവിക്കുന്നത് ഞാനും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അല്ല മുട്ടായി അവിടെ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ, ക്യാൻസൽ ചെയ്തേട്ടോ. അപ്പൊ ഏതായാലും ഇത്രയൊക്കെ ഡയലോഗ് അടിച്ചിട്ടും ഒരു 10 പറ്റി ഒന്നിന്റെ പോലും പേര് പറയാം. സോറി എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാൻ അണ്ണാക്കിലോട്ടുള്ളൂ. അല്ല പിന്നെ നമുക്കൊന്നും അറിയത്തില്ല. ഇനി ഇവരൊരു 10 ഏത്തിസ്റ്റ്, എനിക്കൊരു ഫേമസ് ആയ ഒരു 10 ഏത്തിസ്റ്റിനെന്ന് പറഞ്ഞതിന് അയാൾ ശാസ്ത്രജ്ഞാണെന്ന് വെച്ച് നോക്കാം. ഏത്തിസ്റ്റ് ആയിരിക്കണം അയാൾ കേട്ടോ. പക്ഷേ ഈ ഏത്തിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ എനിക്കറിയില്ല. ഏത്തിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇവരെന്തോ വലിയ ഇത് നമ്പർ ബേസ് ചെയ്ത് കോമ്പറ്റീഷനാണ്. ഞാൻ ഇവിടെ നോക്കുന്ന സാധാ മനുഷ്യന്മാരല്ലോ എല്ലാവരും. അല്ലാതെ റിലീജിയൻ എന്നൊക്കെ പറയും. നമ്മൾ എന്തിനു ഈ റിലീജിയനൊക്കെ നോക്കുന്നത് തന്നെ? റിലീജിയൻ നമ്മൾ എത്ര മനുഷ്യന്മാർ കണ്ടെത്തി എന്നൊക്കെ ഇരിക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു വലിയ ആലങ്കാരികമായിട്ട് വലിയ തള്ളാൻ വേണ്ടി പറഞ്ഞാണെങ്കിലും കേൾക്കാൻ ഒരു രസമില്ലേ? ഇതേപോലെയാണ് ഇവർ പറയുന്നത് കേട്ടോ. എല്ലാവരും വിശ്വാസികളായിരുന്നു, പക്ഷെ അത് സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വിശ്വാസമായിരുന്നു. സത്യമല്ലടോ, ഞാൻ പറഞ്ഞില്ലേ കുറേ ഭാഗത്ത് ഈ വീഡിയോയുടെ പല ഭാഗങ്ങളിലും അങ്ങനെ ചെയ്യത്തുള്ളൂ. മനസ്സിലേക്കൊക്കെ ഒരു കൃത്യമായ എന്തോ ഉപകരണമൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും സംഭവം ഇപ്പോഴും നമ്മുടെ ഒരു വെല്ലുവിളി അവിടെ നിൽക്കുന്നത് മാത്രമല്ല, ഈ പറഞ്ഞ മറുപടി പറയാൻ ശ്രമിക്കുന്ന ആളുകൾ അടക്കം കുരിശടക്കം വെച്ച് കൊണ്ടുവന്നിട്ടും അവരും അടക്കം സമ്മതിക്കുന്നുണ്ട്. കുരിശ് കൊണ്ടുവച്ചിട്ട് ഞാൻ സമ്മതിച്ചു. അടിപൊളി, കുരിശ് കൊണ്ടുവച്ചിട്ട് ഞാൻ സമ്മതിച്ചു. എന്തിനാട്ടെ ഈ പറഞ്ഞ പോലെ മോഡേൺ സയന്റിഫിക് ഇറക്കുന്നത് വെച്ചാൽ ശാസ്ത്രത്തെ വളർത്തിയത്, ശാസ്ത്രത്തിന് അടിത്തറ പാക്കിയത്
പിന്നെ മതവിശ്വാസികളാണെന്നുള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഏത് മതവിശ്വാസിയാണ്, ആരാടാ, ഏത് മതമാടാ അതിന് പ്രോത്സാഹനം നൽകിയതെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ചരിത്രമൊക്കെ നോക്കിയാൽ മതി അല്ലേ, കൃത്യമായി നിങ്ങൾക്ക് പരിശോധിച്ച് ഞാൻ നോക്കിയാൽ അതിന്റെ കാര്യത്തിൽ വെച്ചാൽ ഏത് മതമാണ് അത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്, ഏതൊരു പള്ളിയിൽ നിന്നാണോ പറഞ്ഞത് പോയി കണ്ടെത്തറ, അത് പോയിട്ട് മറ്റേ ഇവിടെ യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു പോയി കണ്ടത്. എനിക്കറിയത്തില്ല. ഈ സയൻസ് കമ്പുള്ള കുറച്ച് ആൾക്കാർ അല്ല യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ എവിടെ നിന്നെല്ലാം ഓക്കെ മതങ്ങൾ പഠിപ്പിക്കുകയാണ്, പക്ഷെ ആ മതത്തിലെ പുസ്തകം എടുത്തിട്ടാണോ ഇവരെന്തൊക്കെ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ പറയട്ടെ, എനിക്കൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ ഇതെന്തോ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ടൈം സ്റ്റാമ്പ് ഇട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്താ പ്രശ്നം എന്ന്. ഓക്കെ, മനസ്സിലായി. ഇപ്പം നമ്മൾ തന്നെ ഒരു കൃത്യമായി വളരെ ഡീറ്റെയിൽഡ് ആയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക് ഗോൾഡൻ ഏജുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിതൊരു പ്രശ്നം എന്താണെന്ന് അറിയാം. നമ്മൾ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ആ ഒരു ടൈമുണ്ട്, പക്ഷെ അതിനുശേഷം ഒരു ഇസ്ലാമിക് ആയ ഒരു നല്ല വലിയൊരു ശാസ്ത്രജ്ഞനെ നമ്മൾ കാണുന്നില്ലല്ലോ. അതേപോലെ നമ്മൾ ഇതിനു മുന്നേ നമ്മളൊരു ക്രിസ്ത്യനായ ഒരു ശാസ്ത്രജ്ഞന്മാരെ കാണുന്നില്ലല്ലോ. ഈ അതായത് യൂറോപ്പിൻ്റെ ആ ഒരു പീരീഡ് ഉണ്ടാവില്ല, ഒരു 1200 ആ കാലഘട്ടം. അതിന് നമ്മൾ എന്തുകൊണ്ട് കാണുന്നില്ല? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതായത് അന്ന് ഇസ്ലാമിക് ഗോൾഡൻ ഏജിൻ്റെ സമയത്ത് ഇസ്ലാമിക് രാജ്യമായിരുന്നു അന്ന്. അപ്പോൾ ഇവർ ഇസ്ലാമായിരുന്നു, അതിനുശേഷം ക്രിസ്ത്യാനിറ്റി, അതിനുശേഷം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും. എന്താ അതിന് ശേഷം ഇല്ലാത്ത? അതിനുശേഷം നിങ്ങൾ ആ ഗോൾഡൻ ഏജിന് മുന്നേ ഗോൾഡൻ ഏജിന് മുന്നേ ഇസ്ലാം ഇല്ല, പക്ഷേ അതായത് ഗോൾഡൻ ഏജ് എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബീൻ്റെ ശേഷം എനിക്കറിയത്തില്ല അതിനെ പറ്റി. ഞങ്ങൾക്ക് അറിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വല്ല ഓക്കെ എനിക്കറിയത്തില്ല. സോ അതായത് അതിന് ശേഷം ഇല്ലല്ലോ. ഇപ്പോൾ ഉണ്ടാവുമായിരിക്കും മുസ്ലിം ഇസ്ലാമായ കുറച്ച് ശാസ്ത്രമായ ഉണ്ടാവും. പക്ഷേ ഈ ഒരു നമ്മുടെ ക്രിസ്ത്യാനിറ്റീൻ്റെ ഒരു ടൈം ഉണ്ടാവില്ല. ആ സമയത്ത് എന്തുകൊണ്ട് ഒരു ഇസ്ലാമിക്കായ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. ഫേമസ് ആയ ഇല്ലല്ലോ, ആൾക്കാരില്ലല്ലോ. ഇത് രാജ്യം അതേപോലെ അതായത് അന്ന് ഓരോ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ വിശ്വസിച്ചുകൊണ്ടിരുന്ന മതത്തിൻ്റെ ഒപ്പം നിന്നു, അത്രേ ഉള്ളൂ. നിയമം പാലിച്ചു. അതായത് ഒരു രാജ്യത്തിൽ നിയമം എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എന്നാണെങ്കിൽ പോയി പ്രാർത്ഥിക്കും, അത്രേ ഉള്ളൂ. അതിൽ ഈ പറയുന്ന മാതിരി ഇങ്ങനെ കുറച്ച് ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി ഏകദേശം വീഡിയോ കഴിഞ്ഞു. ഇനി ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ് ഗീതയിലും അങ്ങനെ പല മേഖലയിലായി ഇസ്ലാമിക പണ്ഡിതന്മാരായി ഇനിയിപ്പോ ഇവര് മതങ്ങളെല്ലാം ഒന്നങ്ങാവേ. ഇനി കണ്ടോ കുറച്ച് മതങ്ങളൊക്കെ ഒന്നാകാൻ പോകും തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്. പല ആളുകളും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൽപ്പെട്ട പലതും ഇപ്പം ഒപ്റ്റിക്സിന്റെ ഇബ്രാഹിം അല്ലെ, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ക്യാമറയും ആള് സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പറഞ്ഞ ആള് നമ്മുടെ ഇബ്നുമായി ചങ്ങായി സൂപ്പറാണ്. അതായത് ഹീസ് കൺസിഡർഡ് ആസ് അയാളാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ശാസ്ത്രജ്ഞൻ എന്ന് കൺസിഡർ ചെയ്യാം. അയാൾ ഒരുപാട് നമ്മുടെ ഐസക് ന്യൂട്ടൺ അങ്ങനെ കുറേ ആൾക്കാർ ഇൻസ്പയർ ചെയ്ത ഒരു അടിപൊളി വ്യക്തി. പക്ഷേ ഇവരെന്തിനും ഇതൊക്കെ എടുത്ത് പറയുന്ന ആവശ്യം? അത് സത്യം എനിക്ക് അയാളെ ഇഷ്ടമാണ്, സത്യം അടിപൊളിയാണ്. 2012 അദ്ദേഹത്തിന്റെ ജന്മത്തിന്റെ 1000 സംശയം കണ്ടില്ല 2012. അല്ല എനിക്ക് സംശയം വരും കേട്ടോ, മനുഷ്യന്മാർക്ക് മറന്നൊക്കെ പോകും. പക്ഷെ ഞാൻ എങ്ങനെ പറഞ്ഞോളൂ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ബുക്ക് ഓഫ് ഒപ്റ്റിക്സ്. അപ്പോൾ മനാദർ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇയറൊക്കെ ആചരിച്ചിരുന്നു. മാത്രമല്ല പൊതുവിൽ തന്നെ ഈ നമ്മുടെ ക്യാമറയും എല്ലാ ക്യാമറ ഒബ്സ്ക്യൂർ അങ്ങനെയുള്ള പലതിന്റെയും പിന്നിൽ ഈ പറഞ്ഞ ഒപ്റ്റിക്സുമായി ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ മറ്റേ ലീനിയർ എനർജിനെ സർക്കുലർ എനർജിയെ ലീനിയർ എനർജി മാറ്റുന്നതും അതേപോലെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒരുപാട് കണ്ടുപിടുത്തം ഇതിന്റെ ഒക്കെ ബേസ് എന്നുള്ള ജക്കരിയ റാസി ഒക്കെ ആണ് അതിന് പിന്നിൽ. അതുപോലെ തന്നെ ഈ നമ്മൾ ഫേസ്ബുക്കിന്റെയും പഴയ കണ്ടെത്തലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അൽഗോരിതം കണ്ടെത്തിയിട്ടുള്ളത് എന്ന പ്രയോഗം തന്നെ അതിന്റെ അടിത്തറ പാകി പറഞ്ഞ കേട്ടോ. മതവിശ്വാസത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അത് ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതെടുത്ത് അതായത് നമ്മളിപ്പോൾ കുറേ തിയറി അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ, പ്രാക്ടിക്കലായിട്ട് ഉണ്ടാക്കിയെടുത്തത്. അത് ഞാൻ പറയുന്നത് എല്ലാം എതിർച്ചകളാണെന്നല്ല, പ്രാക്ടിക്കലായിട്ട് ആര് ചെയ്തു അത് പിന്നെ ലോകത്തിൻ്റെയാണ്. അത് നമ്മളൊരു ഐഡിയ നമ്മൾ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലോകത്തില്ല, നമ്മുടെ ആയിട്ടൊരു സാധനമില്ല. അത് നമ്മളിവിടെ കളഞ്ഞേച്ചും പോകും. നമ്മൾ ചത്തു പോകുമ്പോൾ അത് നമ്മളിവിടെ കളഞ്ഞു പോകും, പിന്നെ ആരും എടുത്ത് ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മ്യൂസിക് ഉണ്ടാക്കിയാൽ പോലും ഇത്ര കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും എടുത്ത് ഉപയോഗിക്കുക. പിന്നെ നമുക്ക് കോപ്പി ഇതൊന്നുമില്ല. നമ്മളൊരു 70 കൊല്ലം കൊണ്ട് മരിച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കുക. അതിപ്പോൾ ആരും ഉപയോഗിക്കേണ്ട പറഞ്ഞുകൊണ്ട് കാര്യമുള്ളൂ, കാരണം ഇത് ആരുടെ അല്ല, മതവിശ്വാസികൾ തന്നെയാണ്. എന്തുകൊണ്ട് നമ്മൾ പറയുന്നില്ല എന്ത് സയൻസ് എന്ന് പറഞ്ഞാൽ മതവിശ്വാസികൾ മാത്രം ഉപയോഗിക്കണം എന്നല്ല നമ്മൾ പറയുന്നത്, മറിച്ച് നമ്മൾ അല്ലെങ്കിൽ മതവിശ്വാസികളാണ് അതിന്റെ അടിത്തറ പാകി. എനിക്ക് തോന്നുന്നു ഇവർ ഉദ്ദേശിക്കുന്നത്, അതായത് ഏത്തിസ്റ്റുകൾ ഉദ്ദേശിക്കുന്നതിൻ്റെ സംഭവം എന്ന് പറയാം. അതിന് ഈ നമ്മൾ നോക്കിയോ, ഈ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു 95% ആൾക്കാരും
മിക്ക ആൾക്കാരും ഒരു ഇതുമില്ലാതെ ചുമ്മാ ബ്ലൈൻഡായിട്ടാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതായത് അല്ലാതെ നമ്മളിപ്പോൾ നോക്കിയാൽ ഏത്തിസ്റ്റായ മിക്ക ആൾക്കാർക്കും എന്തെങ്കിലും ഒരു സയൻസ് അല്ലെങ്കിൽ ഒരു മിക്ക മതവിശ്വാസികളെക്കാളും ഒരു കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കൂടുതലായിട്ട് ഒരു ബുദ്ധി നല്ല ഉദ്ദേശം കുറച്ചുകൂടി ഒരു റാഷണൽ ആയിരിക്കും ഞാൻ കരുതുന്നത്. കാരണം മതവിശ്വാസികളെല്ലാം റാഷണലാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറച്ചുകൂടെ ഒരു റാഷണാലിറ്റി കൂടുതൽ എനിക്ക് തോന്നുന്നു ഏത്തിസ്റ്റുകളാണ്. കാരണം ഇവർ കുറച്ചുകൂടെ പഠിക്കാൻ ശ്രമിക്കും. പക്ഷേ മതത്തിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഇതെല്ലാ മതത്തിൻ്റെ കാര്യമാണോ അങ്ങനെയാണോ എനിക്കറിയില്ല. ഞാൻ ക്രിസ്ത്യാനിറ്റിൻ്റെ കാര്യം പറയാം. നമുക്ക് പ്രത്യേകിച്ച് ചോദ്യം ചോദിക്കാം. പക്ഷേ ചില ആൾക്കാർ ഉത്തരം പറയായിരിക്കും. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. കാരണം അതിലവർ പറയുന്നത് അവർ വലിച്ചു കൊണ്ടുപോയിട്ട് ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടിടുള്ളൂ. അല്ലാതെ ഇവരൊരിക്കലും നമുക്ക് ക്ലാരിറ്റി തരുന്നൊരു പ്രശ്നം, നമ്മളത് ക്ലാരിറ്റി തരുന്നൊരു ഇതേ ഇല്ല. അതായത് ഞാൻ വേണൊരു കഥ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അതായത് നമ്മുടെ സെൻറ്റ് അഗസ്റ്റിനോട് ഒരാൾ ചോദിക്കും, യൂണിവേഴ്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുന്നേ ദൈവം എന്ത് ചെയ്തേ? അപ്പോൾ അയാളോട് അഗസ്റ്റിൻ പറയും, അതായത് പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുന്നേ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നവരെ കൊണ്ടിടാൻ വേണ്ടിയുള്ള ഹെല്ലുണ്ടായിക്കൊണ്ടിരിക്കുക. അതായത് അതൊക്കെ ചോദിക്കുമ്പോഴേ അവർക്കൊരു പ്രശ്നം. അത് അഗസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇതിലൊക്കെ വലിയ സംഭവമുള്ള ആളാട്ടോ, വലിയൊരു തിയോളജിസ്റ്റൊക്കെയാണ് ുള്ളത്. പക്ഷെ അതെല്ലാവർക്കും അവകാശം. നിങ്ങൾ അതിന്റെ ഒരു പേറ്റന്റ് എടുക്കാൻ വരരുത് മാത്രമേ നമ്മൾ പറയുന്നത്. നമ്മൾ അല്ലെങ്കിൽ മതവിശ്വാസികൾ അതിൽ ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ. അതായത് നമ്മളൊരു കോമൺ സെൻസ് ഇല്ലാത്ത മണ്ടന്മാരുണ്ടാക്കുന്ന പോലെ തോന്നി അതായത് മണ്ടന്മാരെന്നല്ല, അതായത് മിക്ക മതവിശ്വാസികളും നോക്കിയോ. കാരണം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ ഏത്തിസ്റ്റിലോട്ടൊക്കെ എത്തണം. കാരണം നമ്മൾ ചെറുപ്പം മുതൽ ഇറാഷണലായ കുറേ പരട്ട ബിലീഫ്സ്, സത്യം പറയാം, അതൊക്കെ വിശ്വസിച്ച് വളർന്ന ആൾക്കാർ അതിൽ കൂടെ ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്കിത് കാണുമ്പോൾ ഇവരെന്ത് അങ്ങനെ തോന്നുന്നു. അത് അന്ധവിശ്വാസമല്ലേ. നമ്മളിപ്പോൾ നോക്കിയോ, ഞാനൊരു ഇത് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഏത് ബുക്ക് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ അതായത് ഒരു ഓതർ ഞാൻ മറന്നുപോയി. ഏതൊരു ബുക്കാണ് ഞാൻ എൻ്റെ അനിയൻ പറഞ്ഞത്, ബുക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ അതിന് പറയുന്നത് നമ്മുടെ ഓതർ, അതായത് അയാളൊരു ജിയോളജിസ്റ്റോ അങ്ങനെ എന്തോ വേണ്ട, അതായത് അയാൾ ആഫ്രിക്കയിൽ സമൂഹത്തിൽ പഠിക്കാൻ, അതായത് ആഫ്രിക്കൻ അവിടുത്തെ റിലീജിയൻസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയൊക്കെ പോകും. എന്നിട്ട് അവിടുത്തെ ബിലീഫ്സൊക്കെ നോക്കും, അതായത് പറയും. അപ്പോൾ എന്നിട്ട് ആ ബിലീഫ്സിനെ പറ്റി കൊണ്ടിട്ടൊരു മെത്രാനോ ആർച്ച് ബിഷപ്പ് ആരോടോ പോയി പറയും. അപ്പോൾ ആ സമയത്ത് ഈ ആർച്ച് ബിഷപ്പ് പറയും, എന്ത് മണ്ടൻ അതായത് എന്ത് മണ്ടൻ ബിലീഫ്സാണ്, എന്തായിരുന്നു മണ്ടൻ ബിലീഫ്സ് എന്നല്ല, എന്ത് ദുരാചാരങ്ങളോ അല്ലെങ്കിൽ മണ്ടത്തരങ്ങളാണ്. പക്ഷേ ഇതേപോലെ തന്നെ. അപ്പോൾ ഈ ഓതർ വിചാരിച്ചു, അതായത് തന്തയില്ലാത്തവൻ്റെ അങ്ങനെ, അതായത് പരിശുദ്ധ കന്യ, അതായത് മറിയത്തിന് എങ്ങനെ ഗർഭിണിയായി, തന്തയില്ലാത്തവനെന്നല്ലേ പറയാം, അതായത് പരിശുദ്ധാത്മാവിനായി. അപ്പോൾ അത് അന്ധവിശ്വാസമല്ലേ. അതേപോലെ നമുക്ക് തോന്നും പല മണ്ടത്തരങ്ങൾ ഓരോ മതത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത്. അടിത്തറ പാകിയതിൻ്റെ എല്ലാം ഞങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞു ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഒരുപാട് കാണാൻ പറ്റും, ചൈനയിൽ ഒരുപാട് കാണാൻ പറ്റും. ഏറ്റവും പ്രശസ്തരായ ചില ഉദാഹരണങ്ങൾ ഇപ്പോൾ ജെനറ്റിക്സിന്റെ പിതാവ് ഞാൻ പറഞ്ഞില്ല, മതങ്ങൾ ഒന്നാവുകയാണ്. അപ്പോൾ ഇതങ്ങനെയാണ്, അത് അടിപൊളിയാണ്. അതായത് ഇത് വരുമ്പോൾ മതങ്ങൾ അങ്ങോട്ട് ഒന്നാവും, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ അടിക്കും കേട്ടോ. വേറെ കാര്യം ഗ്രെഗർ മെൻഡൽ ആണ്. ക്രൈസ്തവ പുരോഹിതനായിരുന്നു. അതേപോലെ ലൂയി പാസ്കൽ മറ്റേ എന്തെങ്കിലും പാസ്റ്ററൈസേഷൻ പ്രോസസ്, അതേപോലെ റാബീസ് വാക്സിൻ ഒക്കെ കണ്ടുപിടിച്ചത് അവർക്ക് പുരോഹിതന്മാർക്കായിരുന്നു, ക്രൈസ്തവ പുരോഹിതന്മാർക്ക്. അപ്പം ക്രൈസ്തവ ലോകത്തും മുസ്ലിം ലോകത്തും അതുപോലെ തന്നെ ഇന്ത്യയിലും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് പഠനങ്ങൾ കാണാൻ സാധിക്കും. അതൊക്കെ ജസ്റ്റ് വായിച്ചൊക്കെ പഠിക്കുന്നതാണ് നമുക്ക് അതിനുള്ള ഒരു പരിഹാരമായിട്ട് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ ഒരു മെന്റാലിറ്റി ആയിട്ട് സയൻസ് എന്ന് പറഞ്ഞാൽ അത് മതവിരുദ്ധമാണ് എന്ന ഒരു മെന്റാലിറ്റിയുമായി ചരിത്രം വായിക്കാൻ പോയാൽ ആകാന്തപ്പെട്ട് പോകും എന്നതാണ് പറയാനുള്ളത്. അത് ഈ പറഞ്ഞ രൂപത്തിൽ എത്ര സിമ്പിളായി അവർ അഭിനയിക്കായിരുന്നു അല്ലെങ്കിൽ അവർ സൂചിപ്പിക്കായിരുന്നു പറഞ്ഞാൽ തീരാവുന്ന കാര്യമില്ല. കാരണം നമ്മൾ പരിശോധിച്ചാൽ അന്നുണ്ടായിരുന്ന വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ പല ശാസ്ത്രജ്ഞന്മാരും അതോടൊപ്പം തന്നെ പുരോഹിതന്മാരും അതുപോലെ തന്നെ മതപണ്ഡിതന്മാരും ഖാദിമാരും ജഡ്ജിമാരും ഒക്കെ ഇസ്ലാമിക ലോകത്തൊക്കെ നമുക്ക് വളരെ ലാഭമായിട്ട് കാണാൻ പറ്റും. ഈവൻ പലപ്പോഴും ഇപ്പോൾ നിസ്കാരത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പല കണ്ടുപിടുത്തങ്ങൾ, സമയം നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങളുണ്ട്. ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ നല്ലതാണ് പറയാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു വിഷയങ്ങളായി വിടാം. ഇത്രയുള്ള വീഡിയോ. ഓക്കെ, സോ ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതങ്ങനെ ആരെയും കളിയാക്കാനോ അങ്ങനെ ഒന്നുമില്ല, ഇവരെ കളിയാക്കാനൊന്നുമില്ല. ഇവർ ചെയ്ത ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല പരിപാടിയാണ്. കാരണം അങ്ങനെ അവരുടെ ഐഡിയാസ് ഇവർ നല്ല വൃത്തിയായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഇവരോട് കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. കാരണം നല്ല രസമുണ്ട്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിന് അത്ര ഇവർ എന്നെ കളിയാക്കിയിട്ടില്ല. ഞാൻ ഇതിലേറെ പ്രതീക്ഷിച്ചു കേട്ടോ. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിത് കുറച്ചുകൂടെ റീസർച്ച് ചെയ്ത് എനിക്ക് കുറച്ചുകൂടെ ഞാൻ കുറേ എക്സാമ്പിൾസൊക്കെ പറയണമെന്ന് കരുതിയതാണ്.
എൻ്റെ അനിയനൊക്കെ എന്നോട് പറഞ്ഞു കുറച്ചുകൂടെ. പക്ഷേ ഞാൻ അന്ന് കരുതിയത് ഇത് ഇങ്ങനെ ഇട്ടാലേ ആരെങ്കിലുമൊക്കെ എന്നെ തെറി വിളിക്കുകയുള്ളൂ. കാരണം എന്നെ തെറി വിളിക്കും ആൾക്കാർ കൂടുതൽ എന്തെങ്കിലും മണ്ടത്തിന് പറഞ്ഞാലും നമ്മൾ ആൾക്കാർ ശ്രദ്ധിക്കും. അത് ഞാൻ എനിക്ക് വേണമെങ്കിൽ കുറേ എക്സാമ്പിൾസും തെളിവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക്, പക്ഷേ ഞാനിത് ഉദ്ദേശം സത്യം പറഞ്ഞാൽ അതല്ല. അതായത് ഈ ഇവർ ഈ പറഞ്ഞ ചാലഞ്ച് ഏറ്റെടുത്തല്ല ഞാൻ അതൊരു വേറെ രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ എക്സാമ്പിൾസൊക്കെ പറയാൻ ഞാൻ അത് ഒഴിവാക്കിയതാണ്. കാരണം എനിക്കറിയാം എന്തെങ്കിലും ഒരു അത്ര തെളിവൊന്നുമില്ല, അതൊരു കോൺസ്പിറസി പോലെ പറഞ്ഞാലേ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി തന്നെ ഞാൻ വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതായത് ഈ എന്തുകൊണ്ടാണ് മതവിശ്വാസം അങ്ങനെ വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ കുറച്ച് ലോങ് ആയി പോയി ഈ റിയാക്ഷൻ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.